ഹായ് ഹലോ ഫ്രണ്ട്സ്, സിബിൻ ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സുഹൃത്തുക്കളെ, ഇപ്പം ഈ ഫേസ്ബുക്ക് തുറന്നാലും വാട്സപ്പ് തുറന്നാലൊക്കെ അതിൽ കാണിക്കുന്ന വിജയ് അറസ്റ്റിലേക്കെന്നാണ് കാണിക്കുന്ന ന്യൂസ്. അപ്പം അങ്ങനെ ഒരു ഇത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഉള്ള മീഡിയ വൃത്തങ്ങൾ പറയുന്നു ഇത് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് വിജയ് അവിടെ കരൂർ വന്ന സമയത്ത് ഈ വിജയിനെ കാണാനായിട്ട് ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, അവിടെ അത് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. ഇപ്പോൾ വിജയിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എത്രയോ കിലോമീറ്റർ വിജയ് അവിടെ റോഡ് ഷോയിലൂടെയാണ് വന്നത്. അപ്പോൾ വന്ന സമയത്ത് തന്നെ അത് ഒരുപാട് സമയമെടുത്തു. റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അതാണ് വിജയ് ലേറ്റ് ആവാനായിട്ട് കാരണം. പിന്നെ തമിഴ്നാട്ടിലുള്ള വൃത്തങ്ങൾ പറയുന്നത് തമിഴ്നാട്ടിൽ വിജയിനെ ഇപ്പം ഈ കരൂരിൽ കുറേ ആളുകൾ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നേരത്തെ ഇളയ ദളപതി എന്ന് വെച്ചാൽ ഒരു ദൈവത്തെ പോലെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർക്ക് ശത്രുവായി മാറിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലൊരു ഭയങ്കര ഒരു ഇലക്ഷനാണ് വരുന്നത്. എന്തായാലും പാർട്ടികൾ രാഷ്ട്രീയമായി കാണുന്നുണ്ട്. എന്തായാലും കാണാം. പക്ഷേ വിജയ്ക്ക് ഇത്രയും പിന്നെ വേറൊരു സംഭവം പറയേണ്ടതെന്ന് വെച്ചാൽ വിജയ് വരുമ്പോൾ എന്തായാലും അവിടെ തിരക്കുണ്ടാവുമെന്ന് അറിയാം. പക്ഷേ അപ്പോൾ നേരത്തെ തന്നെ അവരതിനുള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്യണമായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഒരു മുട്ടുസൂചി തറയെ വീണ് കഴിഞ്ഞാൽ പോലും എടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ആ തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിരക്കിനിടയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും നടക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നടന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ വിജയ്ക്കൊരു ഇമേജ് ഉണ്ട്. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് വിജയ് ഇനിയിപ്പോൾ ഈ